നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. അധികം ചേരുവകളൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനി ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ലഡു എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലപ്പൊടിയാണ്. 1 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം 250 ഗ്രാമിനടുത്ത് കടലപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 4-4.5 ടേബിൾ സ്പൂണിനടുത്ത് പാലാണ്. ഇപ്പോൾ തിളപ്പിച്ച് വെച്ച പാലൊന്നല്ല കേട്ടോ, അല്ലാതെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലഡു ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പക്കാരം കൂടുതലൊന്നും ഉപയോഗിക്കരുത്, 2 പിഞ്ച് ധാരാളമാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ബേക്കറി സ്റ്റൈലിൽ കിട്ടണം എന്നാണെങ്കിൽ ഒരു ഇത്തിരി ചേർക്കുക. ഓറഞ്ച് റെഡോ അതല്ലെങ്കിൽ പ്യുവർ ഓറഞ്ച് ആയിട്ടോ യെല്ലോ ഒക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ പൗഡർ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്, ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഉപയോഗിക്കരുത്, കുറച്ചായി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം വീണ്ടും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഇത്തിരി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലുള്ള വിസ്ക് കയ്യിലുണ്ടെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാകം നോക്കിയിട്ട് ഇതുപോലെ ചേർത്ത് ഇളക്കി നല്ല കട്ടയൊന്നും ഇല്ലാത്ത പാകത്തിന് വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാകം, ഈ ബാറ്ററിൻ്റെ പാകം നോക്കുന്നത് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കുക. കണ്ടില്ലേ, നമുക്ക് ശരിക്കൊന്ന് ഒഴിച്ച് കിട്ടാൻ ആ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ബൂന്തി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അരിപ്പത്തട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ അരിപ്പ കയ്യിലുണ്ടല്ലോ, അതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഹോൾസ് കുറച്ച് വലിയതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കണ്ടില്ല, ഈ ചെറിയ ഹോൾസ് വരുന്ന ഗ്രേറ്ററിൻ്റെ ഈ ഒരു ഭാഗമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നാണെങ്കിൽ അരിപ്പ കയ്യിൽ ഉപയോഗിക്കാം. അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലിന് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചാൽ മതി. മാക്സിമം ചെറിയ ഹോൾസിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് കാണാനാണെങ്കിലും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുക. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ബാറ്റർ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. കണ്ടില്ലേ, താഴോട്ടേക്ക് ഇതുപോലെ വീഴുന്ന രീതിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിപ്പോൾ അരിപ്പക്കയിൽ വെച്ചിട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയൊക്കെ ഞാനൊരു അരിപ്പത്തട്ടിലോട്ടേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇതൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കൈ വെച്ച് ഞാനൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ ആയിട്ട് വലിയ പീസസ് എങ്ങാണ്ട് ഇതിനകത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ആ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കൈ വെച്ച് തിരുമ്മി ചെറിയ പീസാക്കി റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് 1 കപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാമിനടുത്ത് തന്നെയാണ് പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് പഞ്ചസാര എടുക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ പഞ്ചസാരയെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശരിക്കും നല്ലൊരു തിക്കായിട്ടുള്ളൊരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വെള്ളം ഒരിക്കലും ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ നന്നായിട്ട് ഉരുക്കി കിട്ടി നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര പാനിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഏലക്കയുടെ ആ തൊണ്ട് ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം.
താവി വെച്ച് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോഴും അതുപോലെ ബൂന്തിയുടെ ആ ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കടലമാവിൻ്റെയൊക്കെ അളവ് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പഞ്ചസാര പാനി കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ഈ ബൂന്തിയിലോട്ട് ഈ പഞ്ചസാര പാനിയൊക്കെ ഇറങ്ങി ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ലഡു റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിനകത്തോട്ടേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-15 എണ്ണത്തിനടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണിനടുത്ത് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ റോളായിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊന്ന് നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ തടവിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് കറക്റ്റായിട്ട് റോൾ ചെയ്യാൻ കഴിയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര പാനിയുടെ അളവിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെ ഇരിക്കും, നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മുഴുവൻ ലഡുവും ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 250 ഗ്രാം കടലപ്പൊടി വെച്ച് ചെയ്തപ്പോൾ ഒരു 20 പീസ് ലഡുവാണ് കേട്ടോ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.